അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഇന്നൊരു വെറൈറ്റി അപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ശർക്കര രണ്ടച്ച് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നുറുക്കിയെടുക്കുന്നുണ്ട്. ഈ വക സാധനങ്ങളൊക്കെയാണ് അതിലേക്ക് വേണ്ടത്. ഒരു നേന്ത്രപ്പഴം വലുതാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 3 ഏലക്കായ, പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 വലിയ കയ്യിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്തത്, പിന്നെ ഒരു കയ്യിൽ മൈദമാവും. അപ്പോൾ നേന്ത്രപ്പഴം ഇതുപോലെ തൊലി കളഞ്ഞിട്ടൊന്ന് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു 5-6 കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് മിക്സിയുടെ ജാറിലൊന്നിട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്ത ശേഷം ശർക്കരയാണ് പകുതിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്, ഉരുക്കിയത്. പിന്നെ 3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം തേങ്ങ ഇട്ടെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് വലിയ 2 കയ്യിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു കയ്യിൽ മൈദമാവും അടിച്ചു വെച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളത്തിൻ്റെ നല്ല കുറവുണ്ട്, ബാക്കിയുള്ള ശർക്കരയും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കുറേശ്ശെ ആയിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം അതുപോലെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്വല്പം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം ഒരു സ്വല്പം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് ഇളക്കിയിട്ട്. ഇനി അതിലേക്ക് ഒരു സ്വല്പം കറുത്തെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ആക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കട്ടിയിൽ. ഇനി ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. തീ കുറച്ചിട്ട് വേണം ഒഴിക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ ഒരു ലെവലിലായി കിട്ടിയാൽ മതി. പഴം കൊണ്ടായ കാരണം കൊണ്ട് പെട്ടെന്ന് കാളി പോവുള്ളൂ. അപ്പം അതുപോലെ രണ്ടാമതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും തിരിച്ചിട്ട് കൊടുക്കാം. ആ ഭാഗം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാതും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.